ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ബേക്ക് ചെയ്യാൻ പോവാണ് ഒരു കേക്ക്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പിന്നെ കുറച്ച് നെർവസുമാണ്. കാരണം ഇതൊക്കെ റെഡിയാവോ ഇല്ലയൊന്നും അറിയത്തില്ല. സക്സസ് ആവുകയാണെങ്കിലും ആയില്ലെങ്കിലും ഞാൻ ഈ വീഡിയോ ഇടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം ഒരു ബൗൾ എടുക്കുകയാണ്. പിന്നെ അതിനകത്തേക്ക് കോൺഫ്ലോർ, ഫ്ലോർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ആൻഡ് സോൾട്ട് എല്ലാം ഇടാൻ പോവാണ്. അപ്പോൾ ദേ ഫ്ലോർ എടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ ഉണ്ട്, ബേക്കിംഗ് പൗഡർ ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിഞ്ച് ഓഫ് സോൾട്ടാണ് ഇടാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് അത്ര ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒരു സ്പാച്ചിൽ വെച്ച് മിക്സ് 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 മിക്സ്. പിന്നെ വേറൊരു ബൗൾ എടുത്തിട്ട് ഞാനിവിടെ 3 റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള 3 എഗ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പൊട്ടിച്ച് ഇടാൻ പോവാണ്. 1 2 3. ഷുഗർ ഞാനിത് 3/4 കപ്പ് പൗഡേർഡ് ഷുഗറാണ് എടുത്തേക്കുന്നത്. മിൽക്ക് ഒഴിക്കുകയാണ്. ഓയിലാണ്, കൂടിപ്പോണ്ടല്ലോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ആ ഫ്ലോർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിതേ നമ്മുടെ കേക്ക് മോൾഡ് ഇങ്ങനെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ബാറ്റർ. ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവനിലേക്ക് നമ്മൾ നമ്മുടെ ബാറ്റർ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 30 to 35 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ലഞ്ചൊക്കെ പോയി കഴിച്ചിട്ട് വരാം. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഏകദേശം ടൈം ആയിട്ടുണ്ട്. കാണാനും എന്തൊക്കെയോ ആയിട്ടുണ്ട്. ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. കണ്ടോ, ക്ലീൻ ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ക്രീം ഉണ്ടാക്കാം കേട്ടോ, കേക്കിന് മേളിലിടാനുള്ള. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. നമ്മൾ ക്രീം റെഡിയാക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് തണുപ്പിച്ച് വെച്ച ജാറാണ്. അപ്പോൾ നമ്മൾക്ക് ക്രീമുണ്ട്, പൗഡേർഡ് ഷുഗറുണ്ട്, വിപ്പിംഗ് ക്രീം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് റെഡിയാക്കി തണുക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ പണി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മുടെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഇത്ര ലാർജ് നൈഫ് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അധികം യൂസ് ചെയ്യാത്ത എൻ്റെ ഒരു കാർഡ് എടുത്തേക്കാണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് ഇത് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഏകദേശം റെഡി ആയിട്ട് കാണാം കേട്ടോ.
കുറേ നേരം ട്രൈ ചെയ്ത് അവസാനം എനിക്ക് ഇങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റിയത്. എന്തായാലും നല്ല സ്മൂത്തായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്തു. അപ്പോൾ എൻ്റെ കഷ്ടപ്പാട് കണ്ട് വന്നിട്ട് സോനു എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവസാനം ദേ ഇങ്ങനെ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേക്ക്. ഇനി കുറച്ച് ക്രീമും കൂടെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. കേക്കിൻ്റെ അവസാന ഘട്ടമായി ഞങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ കേക്ക്. ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ കുറേ നേരമായി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഡിസൈനും മാത്രമേ ശരിയായില്ല, ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ടാണ്. നമുക്ക് അതിൻ്റെ ആ ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയും ശരിയായിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കട്ട് ചെയ്യാൻ പോകണേ. ആദ്യമായിട്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ ഇതിന് വലിയ കുറ്റം പറയാനില്ല. സോഫ്റ്റ് ആണ് കേക്കും, പിന്നെ വലിയ മധുരമൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടമായി. ഒരുവിധം ഓക്കെ ആയിട്ട് നമ്മൾ എൻ്റെ ഫസ്റ്റ് ബേക്കിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.